തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകം നാളെ. ക്ഷേത്ര ശ്രീകോവിലിന് മുകളിൽ സ്ഥാപിച്ച താഴികക്കുടങ്ങളുടെ സമർപ്പണം, വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠയും നടക്കും. 2 നൂറ്റാണ്ടിന് ശേഷമാണ് ക്ഷേത്രത്തിന്റെ താഴികക്കുടങ്ങൾ നവീകരിക്കുന്നത്. ചടങ്ങുകൾ ദർശിക്കാൻ ഭക്തർക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 2 നൂറ്റാണ്ട് മുമ്പ് 1750-ൽ തൃപ്പടിദാനത്തിനു വേണ്ടി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നവീകരിച്ചത്. 275 വർഷങ്ങൾക്കിപ്പുറം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആദ്യമായി സ്തൂപികാ സമർപ്പണം. കേരളത്തിൽ തന്നെ അപൂർവമായ ആധ്യാത്മിക ചടങ്ങുകൾക്കാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വേദിയാകുന്നത്. ക്ഷേത്ര ശ്രീകോവിലിൽ സ്ഥാപിച്ച പുതിയ താഴികക്കുടങ്ങളുടെ അഭിഷേകം നടത്തുന്ന ചടങ്ങുകളാണ് നാളെ നടക്കുന്നത്. 3 താഴികക്കുടങ്ങളിലും കലശങ്ങളാടും. 25 കിലോ ഞവരനെല്ലാണ് ഓരോ താഴികക്കുടത്തിനുള്ളിലും നിറച്ചിരിക്കുന്നത്. തിരുനെൽവേലിയിലെ മീനാക്ഷിപുരത്ത് പ്രത്യേകം കൃഷി ചെയ്ത നെല്ലാണ് ഇതിനായി ഉപയോഗിച്ചത്. കുംഭാഭിഷേകത്തിന് പൂജാരിമാർ കയറാനായി പടിഞ്ഞാറെ ശീവേലിപ്പുരയിൽ നിന്ന് ശ്രീകോവിൽ മേൽക്കൂരയിലേക്ക് 80 മീറ്റർ ഉയരത്തിൽ നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ഈ ചടങ്ങുകൾക്കൊപ്പം വിശ്വക്സേന ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും തിരുവമ്പാടി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും നടക്കും. ചടങ്ങുകൾ വീക്ഷിക്കാൻ ഭക്തർക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ 4 നടയിലും LED വാൾ ഡിസ്പ്ലേ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ അന്നേ ദിവസം പറ്റിയെന്നിരിക്കില്ല. ആ സമയം ചടങ്ങ് കാണാൻ വളരെയധികം ക്ഷേത്ര ഭക്തർക്ക് നേരിട്ട് ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകുവാൻ അത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തുവാൻ വേണ്ടി മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. തന്ത്രിമാരായ തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, പ്രദീപ് നമ്പൂതിരിപ്പാട്, സതീശൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.